ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇറച്ചിച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുത്തരിയാണ്, അതായത് മട്ട റൈസ്. ഇത് നമ്മൾ ഡെയിലി വീട്ടിലൊക്കെ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ള അരി വെച്ചിട്ടും നമുക്ക് ഇറച്ചിച്ചോറ് തയ്യാറാക്കാവുന്നതാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കുത്തരിയാണ്. നമ്മളതുപോലെ ഒരു ബൗള് നിറച്ച് കുത്തരി എടുത്തിട്ടുണ്ട്, അതായത് അതൊരു 3/4 കിലോ അരിയുണ്ട്. അപ്പോൾ അരിയൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ അരമണിക്കൂറോളം ഇതൊന്ന് കുതിർക്കാൻ വയ്ക്കാം. അതിപ്പോൾ കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മീഡിയം സൈസ് സവാള, 2 മീഡിയം സൈസ് തക്കാളി, 1.5 വെളുത്തുള്ളിയുടെ അല്ലികൾ, പിന്നെ 3 ചെറിയ കഷ്ണം ഇഞ്ചി, 8 പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി ഈ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് ഒരു 3/4 കിലോ ഉണ്ട്. 3/4 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാളയൊന്നും ഇങ്ങനെ എണ്ണയിലൊന്നും വഴറ്റിയൊന്നും എടുക്കുന്നില്ല, എല്ലാം നേരിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് കൈ കൊണ്ട് നന്നായി തിരുമ്മി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ല രീതിക്ക് തിരുമ്മി യോജിപ്പിക്കണം. സവാളയും തക്കാളിയൊക്കെ ഒന്ന് നന്നായി ഉടഞ്ഞു വരുന്ന പാകത്തിന് നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി തിരുമ്മി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ നമ്മളിതൊന്നും ചെയ്യാതെ മാറ്റി വെക്കുകയാണ്. മാരിനേറ്റൊക്കെ ചെയ്ത് വെക്കുന്നത് പോലെ ഇത് നമ്മൾ ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ചോറ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ചരിവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോലം, അതുപോലെ 3 ഏലക്ക, 4-5 ഗ്രാമ്പു, പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരി വേകുന്നതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ അരി എടുത്തിട്ടുള്ളത് ഈ ഒരു ബൗളിലാണ്. ഈ ഒരു ബൗൾ നിറച്ചാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അളവിനാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിക്ക് ഈ ഒരു ബൗളിൽ 3 ബൗള് വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഒരു ബൗള് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബൗളിൽ തന്നെ 3 ബൗള് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരളവിൽ കുറച്ച് പെരിഞ്ജീരകം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കുതിർത്ത് വെച്ച അരി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. തീ ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചോറ് വേകുന്ന സമയം കൊണ്ട് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബീഫും അരിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ അരി ഇപ്പോൾ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി വെന്തിട്ടുള്ള ബീഫ് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ബാക്കി വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫിൽ നിന്നുള്ള വെള്ളവും ചാറൊക്കെ ആയിട്ട് അത് ആ ബാക്കിയുള്ള വെള്ളത്തിൽ കിടന്ന് അരി ബാക്കിയും കൂടി വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ആ ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് അരിയുടെ വേവ് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിപ്പോൾ ബീഫിൽ നല്ലവണ്ണം ചാറുണ്ട്. അപ്പം നിങ്ങൾക്കത് അരി ഒരുവിധം വെന്ത് വന്നിട്ടുള്ളതാണെങ്കിൽ ഇത്ര ഒഴിച്ചു കൊടുക്കേണ്ട. കുറച്ച് സ്റ്റോക്ക് മാറ്റി വെച്ചിട്ട് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ 1/4 ഭാഗം വെന്തിട്ടുള്ളത് കൊണ്ട് ഞാനത് അത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ബാക്കി അതിൽ കിടന്നൊന്ന് ബാക്കിയും കൂടി അരി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളിത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് അരിയുടെ വേവ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് വെള്ളമൊക്കെ വറ്റി ഒന്ന് റെഡിയായിട്ട് വരട്ടെ. ഈ സമയത്ത് ഞാൻ അടച്ചു വെക്കുന്നില്ല, തുറന്നു വെച്ചിട്ട് തന്നെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള ഇറച്ചിച്ചോറ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.